നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനുദിനം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു യുദ്ധസമാനമായ സാഹചര്യം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇരു രാജ്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും അമേരിക്ക ഒരുപടി മുൻപിൽ തന്നെയാണ് ഇതിനുള്ള സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന സൂചനകൾ ഇതോടുകൂടി ശക്തമാകുന്നു. മറ്റൊന്നുമല്ല, അമേരിക്കയുടെ ആണവ സ്നിഫർ വിമാനം ഇപ്പോൾ ബ്രിട്ടനിലെത്തിയിരിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ഡൊണാൾഡ് ട്രംപ് വിലയിരുത്തുന്നതിനിടെയാണ് US ന്യൂക്ക് സ്നിഫർ വിമാനം ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു നീക്കമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. ഇന്നലെയാണ് ഒരു അജ്ഞാത ബ്രിട്ടീഷ് വ്യോമതാവളത്തിൽ വിമാനം നിരീക്ഷിക്കപ്പെട്ടത്. അവിടെ പ്രത്യേക സേന ഓസ്പ്രേ വിമാനത്തിൽ നിന്ന് ഫാസ്റ്റ് റോപ്പിംഗ് പരിശീലന അഭ്യാസങ്ങൾ നടത്തുന്നതായും കണ്ടിരുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് ഇത്തരമൊരു ദൗത്യം അമേരിക്ക ബ്രിട്ടനിൽ നടത്തുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ഈ വിമാനത്തിന്റെ അപൂർവ വരവ് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ആണവ സ്ഫോടനങ്ങളും സംഭവങ്ങളും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് റേഡിയേഷൻ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് WC-135R എന്ന ഇനത്തിൽപ്പെട്ട ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. 1986 ചെർണോബിൽ ദുരന്തത്തിന് ശേഷവും 2011 ഫുകുഷിമ ആണവ നിലയ സംഭവത്തിന് ശേഷവും ഉത്തര കൊറിയൻ ആണവ പരീക്ഷണങ്ങൾക്കിടയിലും 2022 യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഇത് വിന്യസിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കൻ നാവികസേനയുടെ വലിയൊരു വ്യൂഹം മിഡിൽ ഈസ്റ്റ് മേഖലയിലും എത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അവർ തയ്യാറാണ്, കഴിവുള്ളവരാണ് എന്നാണ് ട്രംപ് ഈ ഒരു നീക്കത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു കരാർ ചർച്ച ചെയ്യാൻ ഇറാനെ സമയം കഴിഞ്ഞുവെന്നും അദ്ദേഹം ബുധനാഴ്ച പറഞ്ഞിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഒരു അണുബോംബ് നിർമ്മിക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു. സുരക്ഷാ സേനയെയും നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ സർക്കാർ കെട്ടിടങ്ങൾ തകർക്കാൻ പ്രതിഷേധക്കാരെ പ്രേരിപ്പിക്കുന്നത് ഉൾപ്പെടെ ഇറാനെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ട്രംപ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഏതൊരു ആക്രമണത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയ നടപടിയിൽ അമേരിക്ക ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ കലാപത്തിന് പ്രോത്സാഹനം നൽകിയത് അമേരിക്കയാണ് എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ സൈനിക മേധാവി ആമിർ ഹത്താമി ഏതൊരു ആക്രമണത്തിനും ഗംഭീര പ്രതികരണം, അതായത് ഗംഭീര തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 1000ഓളം ഡ്രോണുകൾ ഇതിനായി ഇറാൻ സജ്ജമാക്കിയതായും സൂചനയുണ്ട്. ഹിസ്ബുള്ള നേതൃത്വവും ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് അമേരിക്ക ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്വന്തം ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഖ്ചി ഇറാന്റെ സൈന്യം തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് സമൂഹമാധ്യമമായ എക്സിലൂടെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും യുദ്ധസമാനമായ സാഹചര്യം അതാണിപ്പോൾ ഇറാനിലും അമേരിക്ക അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഖമേനിയെ സംബന്ധിച്ച്, ഇറാന്റെ പരമോന്നത നേതാവാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നമ്മൾ ചില രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്, ഇവിടെ തല്ലാനും കുത്താനും സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ ഉപയോഗിക്കുമ്പോൾ സ്വന്തം മക്കൾ വിദേശത്ത് നല്ല ജോലിയൊക്കെ ആർഭാട ജീവിതം നയിക്കുകയാണ്. അത് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ കാര്യത്തിലും നടക്കുന്നത്. സ്വന്തം രാജ്യത്ത് ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒന്നും തന്നെ ചെയ്യാതെ അവരെ അടിച്ചമർത്തി മക്കളെയെല്ലാം വിദേശത്ത് ആർഭാട കൊട്ടാരത്തിൽ കിടത്തിയുറക്കും. ജൻസി പ്രക്ഷോഭത്തിൽ ഇറാൻ കലങ്ങി മറിയുകയും ഇറാനുമേൽ അമേരിക്ക ആക്രമണ കാഹളം മുഴക്കുകയും ചെയ്യുന്നതിനിടെ ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മകന്റെ വിദേശ സ്വത്ത് വിവരങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി വിദേശ രാജ്യങ്ങളിൽ ശതകോടികളുടെ സ്വത്ത് രഹസ്യമായി സമ്പാദിച്ചതായി റിപ്പോർട്ട്. ഉപരോധങ്ങളെ മറികടന്ന് 100 മില്യൺ പൗണ്ടിലധികം വിലമതിക്കുന്ന ബ്രിട്ടീഷ് സ്വത്ത്, ദുബായിലെ ഒരു വില്ല, യൂറോപ്പിലുടനീളമുള്ള ആഡംബര ഹോട്ടലുകൾ എന്നിവ പരമോന്നത നേതാവിന്റെ മകന്റെ രഹസ്യ സമ്പാദ്യങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്.
പേര് വെളിപ്പെടുത്താത്ത ഷെൽ കമ്പനികൾ വഴിയാണ് ഈ നിക്ഷേപങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഖമേനിയുടെ മൂത്ത മകനാണ് 56-കാരനായ മുജ്തബ ഖമേനി. അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള ആളായി കണക്കാക്കപ്പെടുന്ന മുജ്തബയ്ക്ക് ലണ്ടൻ, ദുബായ്, ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ വിദേശ നഗരങ്ങളിലാണ് ശതകോടികളുടെ ആസ്തികളും ആഡംബര വസ്തുക്കളും ഉൾപ്പെടുന്ന ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യമുള്ളതായി സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്. ഔദ്യോഗിക രേഖകളിൽ മുജ്തബയുടെ പേര് എവിടെയും കാണാനില്ലെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടന്ന വമ്പൻ ഇടപാടുകൾക്ക് പിന്നിൽ ഇദ്ദേഹമാണെന്നും പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. പ്രധാനമായും ഇറാനിയൻ എണ്ണ വിൽപ്പനയിൽ നിന്നാണ് മുജ്തബ ഖമേനി പണം സമ്പാദിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണിയിലായിരിക്കെയാണ് രാജ്യത്തെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം രഹസ്യ സമ്പാദ്യങ്ങൾക്കായി പരമോന്നത നേതാവിന്റെ മകൻ ഉപയോഗിച്ചിരിക്കുന്നത്. ലണ്ടനിലെ ബില്യണയർ റോ എന്നറിയപ്പെടുന്ന ദി ബിഷപ്പ് അവന്യൂവിലെ തെരുവിലെ 100 മില്യൺ പൗണ്ടിലധികം വിലമതിക്കുന്ന ആഡംബര വീടുകൾ, ദുബായിലെ വില്ലകൾ, ഫ്രാങ്ക്ഫർട്ടിലെയും മല്ലോർക്കയിലെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്നിവയിലും മുജ്തബ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ലണ്ടനിലെ ഏറ്റവും വിസ്തൃതമായ വസതികൾക്ക് പുറമെ ദുബായിലെ ബവേർലി ഹിൽസ് എന്നറിയപ്പെടുന്ന മേഖലയിലെ വില്ലകളും ഫ്രാങ്ക്ഫർട്ടിലെ ഹിൽട്ടൺ ഉൾപ്പെടെയുള്ള ആഡംബര ഹോട്ടലുകളും ഖമേനിയുടെ മകന്റെ നിയന്ത്രണത്തിലാണെന്നാണ് സൂചന. 2014 ലണ്ടനിലെ ഒരു പ്രോപ്പർട്ടി മാത്രം 33.7 മില്യൺ യൂറോയ്ക്ക് വാങ്ങിയതായി ബ്ലൂബർഗ് പരിശോധിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. ഈ ആസ്തികളെല്ലാം അലി അൻസാരി എന്ന ഇറാനിയൻ ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ടതാണ്. അഴിമതിക്കാരനായ ബാങ്കർ എന്ന് വിശേഷിപ്പിച്ച് അലി അൻസാരിക്കെതിരെ കഴിഞ്ഞ വർഷം UK ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാന്റെ വിപ്ലവ ഗാർഡിന് സാമ്പത്തിക സഹായം നൽകുന്നത് അൻസാരിയാണെന്നാണ് ആരോപണം. എന്നാൽ മുജ്തബ ഖമേനിയുമായി തനിക്ക് വ്യക്തിപരമോ സാമ്പത്തികമോ ആയ യാതൊരു ബന്ധവുമില്ലെന്നാണ് അൻസാരി പ്രതികരിച്ചത്. തന്റെ പേരിൽ നേരിട്ട് സ്വത്തുക്കൾ വാങ്ങുന്നതിന് പകരം വിശ്വസ്തരായ ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് മുജ്തബ സ്വത്തുക്കൾ സമ്പാദിച്ചിരിക്കുന്നത്. ബ്രിട്ടന്റെ ഉപരോധ പട്ടികയിലുള്ള അലി അൻസാരി എന്ന ഇറാനിയൻ വ്യവസായി വഴിയാണ് മുജ്തബ നിക്ഷേപങ്ങൾ നടത്തിയത്. അൻസാരിയുടെ പേരിലോ അദ്ദേഹം നിയന്ത്രിക്കുന്ന കമ്പനികളുടെ പേരിലോ ആണ് മിക്ക നിക്ഷേപങ്ങളും ഉള്ളത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി മുജ്തബയ്ക്കുള്ള അടുത്ത ബന്ധം സാമ്പത്തിക ഇടപാടുകൾക്ക് വലിയ കരുത്ത് നൽകുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിക്ഷേപങ്ങൾക്കായുള്ള ഫണ്ട് UK, സ്വിറ്റ്സർലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, UAE എന്നിവിടങ്ങളിലെ ബാങ്കുകൾ വഴിയാണ് നൽകിയത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഖമേനിയെയും കുടുംബത്തെയും അതീവ ലളിതമായി ജീവിച്ചിരിക്കുന്നവരായാണ് ചിത്രീകരിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസത്തിന്റെയും വിപ്ലവ മൂല്യങ്ങളുടെയും ഭാഗമായി പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നവരാണെന്ന പ്രതിച്ഛായയാണ് ഇവർക്കുള്ളത്. എന്നാൽ ഈ പുറത്തു വരുന്ന വാർത്തകൾ ഇറാന്റെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമാണ്. വിദേശത്തുള്ള ഈ ആഡംബര സൗകര്യങ്ങൾ കുടുംബം ഉപയോഗിക്കുന്നതിന് നേരിട്ടുള്ള തെളിവുകളില്ലെങ്കിലും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വൻ സമ്പത്ത് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു.